മനസ്സിന് ഗ്രഹിക്കാൻ പോലും കഴിയാത്തയത്ര വലിപ്പമുള്ള ഒരു കലാസൃഷ്ടിയാണിത്. കാലം തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ കൊത്തിയെടുത്ത ഒരു മുറിവ്. ഏതൊരു മനുഷ്യന്റെയും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ വർണ്ണശബളമായ പാറകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലം. മനുഷ്യരാശിയേക്കാൾ പഴക്കമുള്ള കഥകൾ പറയുന്ന സ്ഥലം. ഇതാണ് ഗ്രാൻഡ് കാനിയോൺ. പ്രകൃതി തന്നെ നിർമ്മിച്ച ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. ഉയർന്ന പാറക്കെട്ടുകൾ മുതൽ താഴ്വരകളുടെ നിശബ്ദമായ ആഴങ്ങൾ വരെ ഗ്രാൻഡ് കാനിയോൺ പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അത്ഭുതമെന്നതിലുപരി കാലത്തിന് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന ഓർമ്മപ്പെടുത്തലുമാണ്. ഇവിടുത്തെ പാറക്കെട്ടുകൾ ഭൂമിയുടെ ചരിത്ര പുസ്തകങ്ങളാണ്. ഈ മലയിടുക്കുകളിലൂടെ സഞ്ചരിക്കാൻ ഉരുക്ക് ഞരമ്പുകൾ വേണം. അത്രയും തീവ്രമായ സ്ഥലമാണിത്. ശരിക്കും എന്താണ് ഗ്രാൻഡ് കാനിയോന്റെ പ്രത്യേകതകളെന്നും ഇവിടെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് മറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. യുഎസിൽ ഒരു സമതല പ്രദേശമുണ്ട്. ഏകദേശം 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തീർണമുള്ള വളരെ വലിയൊരു പീഠഭൂമി. 5 സ്റ്റേറ്റുകൾ കവർ ചെയ്യുന്ന ഈ പീഠഭൂമിക്ക് കൊളറാഡോ പ്ലാറ്റ്യൂ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ സമതല പ്രദേശത്തിന്റെ ഒരു ഭാഗത്തിൽ, കൃത്യമായി പറഞ്ഞാൽ അരിസോണയിൽ, ഒരു കൂട്ടം താഴ്വരകൾ കാണാം. ഇതാണ് ഗ്രാൻഡ് കാനിയോൺ. ഇതിന് ഏകദേശം 446 കിലോമീറ്റേഴ്സ് നീളമുണ്ട്. ശരാശരി 16 കിലോമീറ്റേഴ്സ് വീതിയും 1.5 കിലോമീറ്ററിൽ കൂടുതൽ ആഴവുമുണ്ട്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഘടനകളിൽ ഒന്നാണിത്. ഇതിനെ ബഹിരാകാശത്തിൽ നിൽക്കുമ്പോൾ പോലും കാണാൻ സാധിക്കും. ഭൂമിയിലുള്ള സകല നദികളിലെയും മുഴുവൻ ജലവും ഗ്രാൻഡ് കാനിയോണിൽ കൊണ്ടൊഴിച്ചാലും ഇതിന്റെ പകുതി പോലും നിറയില്ല. അത്രയും വലുതാണ് ഈ താഴ്വരകൾ. ഗ്രാൻഡ് കാനിയോണിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ നടന്നു പോയിട്ടുള്ളത് ആകെ വെറും 12 പേര് മാത്രമാണ്. ഓർക്കുക, ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിയിട്ടുള്ളതും 12 പേരാണ്. എന്തായാലും ഈ താഴ്വരകൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സമതല പ്രദേശത്ത് വീണ വലിയ വിള്ളലുകളാണ്. സംഭവം, കൊളറാഡോ പ്ലാറ്റ്യൂ യഥാർത്ഥത്തിൽ പണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടായിരുന്നു. എന്നാൽ ഏകദേശം 8 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 4 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനങ്ങൾ കാരണം കൊളറാഡോ പ്ലാറ്റ്യൂ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയർന്നു പൊങ്ങി. ആ സമയം ഗ്രാൻഡ് കാനിയോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം ഇത് വളരെ വലിയൊരു സമതല പ്രദേശമായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. കൊളറാഡോ പ്ലാറ്റ്യൂ ഉയർന്നു പൊങ്ങിയ സമയം അതേ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനങ്ങൾ കാരണം ഇതിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൽ വളരെ വലിയ പർവ്വത നിരകൾ ഉണ്ടായി. റോക്കി മൗണ്ടെയിൻസ് എന്നാണ് ഈ പർവ്വത നിരകൾക്ക് നൽകിയിരിക്കുന്ന പേര്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരകളിൽ ഒന്നാണിത്. ഈ ഉയർന്നു പൊങ്ങിയ പർവ്വതങ്ങളിലെ ഉരുകുന്ന മഞ്ഞിൽ നിന്നും നിരവധി ചെറിയ ചെറിയ നദികൾ രൂപം കൊള്ളാൻ തുടങ്ങി. ഈ ചെറിയ നദികൾ ഒരുമിച്ച് ചേർന്ന് വലിയ നദികളായി മാറി. അതിലൊന്നാണ് കൊളറാഡോ നദി. ഏകദേശം 60 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് കൊളറാഡോ നദി രൂപം കൊണ്ടത്. 2300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഒഴുകുന്ന ഈ നദി ഇടയ്ക്ക് കൊളറാഡോ പ്ലാറ്റ്യൂവിലൂടെയും ഒഴുകുന്നുണ്ട്. കൊളറാഡോ നദിക്ക് നിരവധി ഉപനദികളുമുണ്ട്. എല്ലാം തന്നെ റോക്കി മൗണ്ടെയിൻസിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ്. എന്തായാലും ഈ നദികൾ ഒഴുകുന്ന വഴിയിലുള്ള മണ്ണും കല്ലും ചരലുമെല്ലാം എപ്പോഴും വെള്ളത്തിനൊപ്പം ഒഴുകി നടക്കും. ഈ കട്ടികൂടിയ വസ്തുക്കളൊക്കെ നദികളിലൂടെ ഒഴുകുന്നതിനിടയിൽ നദികളുടെ അടിത്തട്ടിൽ ചെന്നിടിക്കുകയും ഉരയുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ നിരന്തരമായി സംഭവിക്കുന്നത് കാരണം നദികളുടെ അടിത്തട്ട് പതിയെ പതിയെ ഇടിഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ നദികൾ വലിയ കത്തികൾ പോലെയും കട്ടികൂടിയ വസ്തുക്കളൊക്കെ അരം പോലെയുമാണ് പ്രവർത്തിക്കുന്നത്. ഇത് കാരണം കൊളറാഡോ പ്ലാറ്റ്യൂവിലൂടെ ഒഴുകുന്ന നദികളുടെ ആഴം കാലക്രമേണ പതിയെ പതിയെ കൂടാൻ തുടങ്ങി. അങ്ങനെ ആഴം കൂടിയാണ് ഒടുവിൽ അവയെല്ലാം വലിയ താഴ്വരകളായി മാറിയത്. ഇങ്ങനെയാണ് ഗ്രാൻഡ് കാനിയോൺ രൂപം കൊണ്ടത്. പക്ഷേ ഗ്രാൻഡ് കാനിയോണിന്റെ ശരാശരി വീതി എന്നത് 16 കിലോമീറ്റേഴ്സ് ആണ്. ഏറ്റവും വീതി കൂടിയ ഭാഗത്തിന് ഏകദേശം 29 കിലോമീറ്റേഴ്സ് വീതിയുണ്ട്. എന്നാൽ കൊളറാഡോ നദി വളരെ ചെറുതുമാണ്. അതിന് ശരാശരി വെറും 100 മീറ്റേഴ്സ് വീതിയേ ഉള്ളൂ. ഉപനദികൾക്കാണെങ്കിൽ ഇതിനേക്കാൾ വീതി കുറവാണ്. ഇത്രയും വീതി കുറഞ്ഞ നദികൾക്ക് എങ്ങനെയാണ് 29 കിലോമീറ്റേഴ്സ് വീതിയുള്ള താഴ്വര നിർമ്മിക്കാൻ സാധിച്ചത്? സംഭവം, നദിയുടെ ആഴം ഒരുപാട് കൂടുമ്പോൾ ഗ്രാവിറ്റി കാരണം വശങ്ങളിലെ ചുമരുകൾ അൺസ്റ്റേബിൾ ആവുകയും ഇടിഞ്ഞു വീഴുകയും ചെയ്യും. ഇതിനു പുറമെ വെതറിങ്ങും എറോഷനുമൊക്കെ സംഭവിക്കും. അതായത് മഴയും മറ്റ് പ്രതിഭാസങ്ങളുമൊക്കെ കാരണം ചുമരുകൾ കൂടുതൽ ഇടിയും. ഇങ്ങനെയാണ് ഇത് ഇത്രയും വീതി കൂടിയത്. ഓർക്കുക, ഇതെല്ലാം പല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. ഗ്രാൻഡ് കാനിയോൺ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ചുമരുകളിലെ നിരവധി ലെയേഴ്സ് ആണ്. ഇതിലെ ഓരോ ലെയേഴ്സും ഓരോ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ്. ഏറ്റവും അടിയിലത്തെ ലെയറിന് ഏകദേശം 200 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറിനാണെങ്കിൽ 27 കോടി വർഷങ്ങളുടെ പഴക്കവും. സംഭവം, ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുന്നേ കൊളറാഡോ പ്ലാറ്റ്യൂ യഥാർത്ഥത്തിൽ വലിയ മലനിരകളായിരുന്നു. ഹിമാലയ പർവ്വത നിരകളേക്കാൾ വലുത്.
ശേഷം പല കോടി വർഷങ്ങളുടെ സമയം കൊണ്ട് ഈ മലനിരകൾ മൊത്തം ഇറോഷൻ കാരണം നശിച്ചുപോയി. ഈ പർവ്വതങ്ങളുടെ അവശേഷിപ്പാണ് ഗ്രാൻഡ് കാനിയോണിൽ ഏറ്റവും അടിയിലത്തെ ലെയറിൽ കാണുന്നത്. ശേഷം ഏകദേശം 100 കോടി വർഷങ്ങൾ മുതൽ കോളറാഡോ പ്ലാറ്റ്യൂവിൽ ഒരു ചെറിയ സമുദ്രം രൂപം കൊണ്ടു. ഈ സമുദ്രം ഇടയ്ക്കിടയ്ക്ക് ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായത് കോളറാഡോ പ്ലാറ്റ്യൂ ഇടയ്ക്കിടയ്ക്ക് സമുദ്രമാകുമായിരുന്നു. സമുദ്രമാകുന്ന സമയം സമുദ്രജലത്തിന്റെ തീവ്രമായ സമ്മർദ്ദം കാരണം സമുദ്രത്തിന്റെ അടിത്തട്ട് ഞെരിഞ്ഞമരുകയും അനന്തരഫലമായി അത് കട്ടികൂടിയ ഒരു ലെയറായി മാറുകയും ചെയ്യും. അതേസമയം ഈ ലെയറിനും മീതെ സമുദ്രത്തിൽ സെഡിമെന്റ്സ് വന്നടിഞ്ഞുകൊണ്ടിരിക്കും. ഈ സെഡിമെന്റ്സ് കാലക്രമേണ പുതിയ ലെയറായി മാറും. സമുദ്രം മാറി കരയാകുമ്പോൾ കരയിൽ പുതിയ ലെയർ ഉണ്ടാകും. ഉദാഹരണത്തിന് കരയാകുമ്പോൾ അത് മരുഭൂമിയായിട്ടാണ് മാറുന്നതെങ്കിൽ കരയിൽ മൊത്തം മണൽക്കൂനകൾ കൊണ്ട് നിറയും. ശേഷം അടുത്ത് സമുദ്രമാകുമ്പോൾ ഈ മണൽക്കൂനകൾ ഞെരിഞ്ഞമർന്ന് പുതിയ ലെയറായി മാറും. ഇങ്ങനെ ലെയേഴ്സ് രൂപം കൊള്ളുന്ന പ്രക്രിയ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഏകദേശം 8 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ഗ്രാൻഡ് കാനിയോണിൽ കാണുന്ന ലെയേഴ്സ് ഒക്കെ ഉണ്ടായത്. ഓരോ ലെയറും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായതിനാൽ ഭൂമിയുടെ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയ ഒരു ഹിസ്റ്ററി ബുക്കാണ് ഗ്രാൻഡ് കാനിയോൺ. ഓരോ ലെയറും ആ കാലഘട്ടത്തിനെ കുറിച്ചുള്ള കഥകൾ പറയുന്നുണ്ട്. ഗ്രാൻഡ് കാനിയോണിന്റെ ഒരു ഭാഗത്ത് കാണുന്ന എല്ലാ ലെയേഴ്സും അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്തിൽ കാണണമെന്നില്ല. ഉദാഹരണത്തിന് ഏറ്റവും അടിയിലത്തെ ലെയറിനെ കാനിയോന്റെ വെസ്റ്റേൺ ഭാഗത്തിലൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം വെസ്റ്റേൺ ഭാഗങ്ങളിൽ കോളറാഡോ നദി അത്രത്തോളം ആഴത്തിലെത്തിയിട്ടില്ല. മറ്റൊരു ഉദാഹരണമാണ് ഗ്രാൻഡ് കാനിയോൺ സൂപ്പർ ഗ്രൂപ്പ് ലെയർ. ഈ ലെയറിന് ഗ്രാൻഡ് കാനിയോന്റെ ഈസ്റ്റേൺ ഭാഗത്ത് മാത്രമേ കാണാൻ കഴിയൂ. വെസ്റ്റേൺ ഭാഗത്തിൽ ഈ ലെയറിന് പൂർണ്ണമായും ഇറോഷൻ സംഭവിച്ചു. ഇങ്ങനെ ചില ലെയേഴ്സ് ഗ്രാൻഡ് കാനിയോന്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. ഗ്രാൻഡ് കാനിയോണിൽ പ്രധാനമായും കാണപ്പെടുന്നത് ചുവന്ന നിറമായിരിക്കും. ഇതിന്റെ കാരണം സെഡിമെന്ററി പാറകളിലുള്ള അയൺ റിച്ച് ആയിട്ടുള്ള മിനറൽസ് ആണ്. ഈ മിനറൽസിൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അത് അയൺ ഓക്സൈഡായി മാറും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ മിനറൽസിൽ തുരുമ്പ് പിടിക്കും. അയൺ ഓക്സൈഡിന്റെ നിറം ചുവപ്പ് കലർന്നതാണ്. അതുകൊണ്ടാണ് ഗ്രാൻഡ് കാനിയോണിലെ വലിയൊരു ശതമാനം ലെയേഴ്സും ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. മറ്റൊരു കാര്യം, മുകളിലത്തെ ലെയേഴ്സിലുള്ള അയൺ റിച്ചായ മിനറൽസ് കാലക്രമേണ ചുമരുകളിലൂടെ ഒഴുകി താഴോട്ട് വരും. അപ്പോൾ അതിലുള്ള ചുവന്ന നിറം ചുമരുകളിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഇത് കാരണം മറ്റു നിറത്തിലുള്ള ലെയേഴ്സും ചിലയിടങ്ങളിൽ ചുവന്ന നിറത്തിൽ കാണാം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് റെഡ് വാൾ ലൈംസ്റ്റോൺ ലെയർ. ഈ ലെയറിലെ പാറകൾക്ക് യഥാർത്ഥത്തിൽ ഗ്രേ നിറമാണ്. പക്ഷേ മുകളിലത്തെ ലെയേഴ്സിൽ നിന്നും ഒഴുകി വരുന്ന അയൺ റിച്ച് മിനറൽസ് കാരണം ഈ പാറകളൊക്കെ ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ മനോഹരമായ നിറം കാരണം റെഡ് വാൾ ലൈംസ്റ്റോൺ ലെയർ വളരെ പ്രശസ്തമാണ്. ഇതുപോലെ മറ്റൊരു ലെയറാണ് കോക്കോനിനോ സാൻഡ്സ്റ്റോൺ ലെയർ. ഗ്രാൻഡ് കാനിയോണിൽ ഉടനീളം ഈ ലെയർ കാണാം. ഏതാണ്ട് 30 കോടി വർഷങ്ങൾക്ക് മുന്നേ ഗ്രാൻഡ് കാനിയോൺ ഒരു വലിയ മരുഭൂമിയായിരുന്നു. ഇന്നത്തെ സഹാറയെ പോലെ മണൽക്കൂനകൾ കൊണ്ട് നിറഞ്ഞ ഒരു മരുഭൂമി. ഈ മരുഭൂമിയുടെ ലെയറാണ് കോക്കോനിനോ സാൻഡ്സ്റ്റോൺ ലെയർ. ഗ്രാൻഡ് കാനിയോണിലെ ലെയേഴ്സിൽ ഒരു വലിയ നിഗൂഢതയുണ്ട്. എന്താണെന്നാൽ ഏറ്റവും അടിയിലത്തെ ലെയറും അതിന് തൊട്ട് മുൻപുള്ള ലെയറും കാണുമ്പോൾ തന്നെ തികച്ചും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിന്റെ കാരണം ഏറ്റവും അടിയിലത്തെ ലെയറിന് ഏതാണ്ട് 170 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അതിന് തൊട്ട് മുകളിലത്തെ ലെയറിന് വെറും 52 കോടി വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. അതായത് ഇതിനിടയിൽ 120 കോടി വർഷങ്ങൾ മിസ്സിംഗ് ആണ്. ഈ നിഗൂഢ പ്രതിഭാസത്തിനെ ദി ഗ്രേറ്റ് അൺകൺഫോമിറ്റി എന്നാണ് പറയുന്നത്. ഈ ഒരു നിഗൂഢതയ്ക്ക് പിന്നിൽ ഒരുപാട് തള്ളകഥകളുണ്ട്. മനുഷ്യരാശിയുടെ ശാപമായ മതം എന്ന വൈറസിന്റെ കെട്ടുകഥകൾ മുതൽ അന്യഗ്രഹ ജീവികളുടെ പൊട്ടക്കഥകൾ വരെ പലരും ഇതിന് പിന്നിൽ പല കഥകളും തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് വലിയ നിഗൂഢതയൊന്നുമല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന്റെ കൃത്യമായ ധാരണ ഇന്ന് നമുക്കുണ്ട്. ചില കാലഘട്ടങ്ങളിൽ പല കാരണങ്ങളാലും പുതിയ ലെയേഴ്സ് ഒന്നും ഉണ്ടാകില്ല. അതിനു പുറമെ ചില കാലഘട്ടങ്ങളിൽ ഇറോഷൻ വളരെ തീവ്രമായിട്ട് സംഭവിക്കുകയും ചെയ്യും. ഇത് കാരണം പല കോടി വർഷങ്ങളുടെ ലെയേഴ്സ് നശിച്ചു പോകും. ഇത് തന്നെയായിരിക്കും ഗ്രാൻഡ് കാനിയോണിൽ സംഭവിച്ചത്. ഇതിന്റെ ഒരു പ്രധാന തെളിവ് ഗ്രാൻഡ് കാനിയോണിൽ തന്നെയുണ്ട്. ഗ്രാൻഡ് കാനിയോണിന്റെ ചില ഭാഗങ്ങളിൽ ഗ്രാൻഡ് കാനിയോൺ സൂപ്പർ ഗ്രൂപ്പ് എന്നൊരു ലെയർ ഉണ്ട്. ഈ ലെയറിന് ഏതാണ്ട് 72 കോടി വർഷങ്ങൾക്കും 125 കോടി വർഷങ്ങൾക്കുമിടയിൽ പഴക്കമുണ്ട്. അതായത് മിസ്സിംഗ് ആണെന്ന് പറയപ്പെടുന്ന കാലത്തിലുള്ള ലെയറാണിത്. എന്തായാലും ഇതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾ മിസ്സിംഗ് ആയിട്ടുള്ള വേറെയും പല സ്ഥലങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് യൂട്ടായിലെ ചില പാറകളിൽ 200 കോടി വർഷങ്ങൾ വരെ മിസ്സിംഗ് ആണ്. കാനഡയിൽ കനേഡിയൻ ഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പാറക്കെട്ടുകളുണ്ട്. ഈ പാറകളിൽ 250 കോടി വർഷങ്ങൾ വരെ മിസ്സിംഗ് ആണ്. ഇതുപോലെ എല്ലാ ഇടങ്ങളിലും പാറകളിൽ ദശലക്ഷക്കണക്കിന് മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾ വരെ മിസ്സിംഗ് ആയിരിക്കും. ഇത് സർവ്വസാധാരണമാണ്.
പുരാതന കാലം മുതൽ ഗ്രാൻഡ് കാനിയോണിൽ മനുഷ്യരാശി ജീവിക്കുന്നുണ്ട്. 12,000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ മനുഷ്യർ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ഗുഹകൾ കാനിയോണിലുടനീളം കാണാം. പക്ഷേ ആകെ ഒരേ ഒരു ഗുഹയിൽ മാത്രമേ പബ്ലിക്കിന് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. കേവ് ഓഫ് ഡോംസ് എന്നാണ് ആ ഗുഹയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. മറ്റ് ഗുഹകളിലൊക്കെ ശാസ്ത്രജ്ഞർക്ക് മാത്രമേ പ്രവേശിക്കാനുള്ള അനുമതി നൽകൂ, അതും വളരെ അപൂർവമായിട്ട് മാത്രം. അതിനാൽ ആയിരക്കണക്കിന് ഗുഹകൾ ഉണ്ടെങ്കിലും ആകെ 335 ഗുഹകളിൽ മാത്രമേ ഇതുവരേക്കും പര്യവേഷണം നടത്തിയിട്ടുള്ളൂ. ആധുനിക മനുഷ്യൻ ഗ്രാൻഡ് കാനിയോണിൽ പര്യവേഷണം ചെയ്യാൻ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുന്നേ മാപ്പുകളിൽ ഗ്രാൻഡ് കാനിയോൺ ഉണ്ടായിരുന്നില്ല. അതിന്റെ സ്ഥാനത്തിൽ ദ ഗ്രേറ്റ് അൺനോൺ എന്നാണ് പണ്ട് കൊടുത്തിരുന്നത്. ഇന്ന് ഗ്രാൻഡ് കാനിയോണിൽ അധികം മനുഷ്യരൊന്നും സ്ഥിരമായി ജീവിക്കുന്നില്ല. ഗ്രാൻഡ് കാനിയോണിന് സമീപം നിരവധി ട്രൈബ്സ് ഉണ്ടെങ്കിലും കാനിയോണിന്റെ ഉള്ളിൽ ആകെ ഒരേ ഒരു ട്രൈബ് വില്ലേജ് മാത്രമേ ഉള്ളൂ. അതാണ് സൂപ്പായി വില്ലേജ്. നിരവധി വെള്ളച്ചാട്ടങ്ങളൊക്കെയുള്ള ഒരു മനോഹരമായ ഗ്രാമമാണ് സൂപ്പായി വില്ലേജ്. ട്രൈബിന്റെ അധികൃതരിൽ നിന്നും മുൻകൂട്ടി പെർമിഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വില്ലേജിൽ പ്രവേശിക്കാനാകൂ. പക്ഷേ ഈ വില്ലേജ് ഏറ്റവും പ്രധാനമായും ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർമിഷൻ കിട്ടാനും എളുപ്പമാണ്. ഇവിടുത്തെ അതിമനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾ പ്രധാനമായും ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. സൂപ്പായി വില്ലേജിന് പുറമെ മറ്റൊരു വില്ലേജും കൂടെ ഗ്രാൻഡ് കാനിയോണിലുണ്ട്. അതാണ് ഗ്രാൻഡ് കാനിയോൺ വില്ലേജ്. പക്ഷേ ഇത് സാധാരണ വില്ലേജ് അല്ല. ഇത് ശരിക്കും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം നിർമ്മിച്ച വില്ലേജാണ്. പ്രതിവർഷം 50 ലക്ഷത്തിൽ കൂടുതൽ പേരാണ് ഗ്രാൻഡ് കാനിയോൺ സന്ദർശിക്കാൻ വരുന്നത്. അരിസോണയിലെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും നിയന്ത്രിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ ഗ്രാൻഡ് കാനിയോണിലെ ടൂറിസമാണ്. ടൂറിസ്റ്റുകൾക്ക് ഗ്രാൻഡ് കാനിയോണിൽ പ്രവേശിക്കാൻ 4 വഴികളേയുള്ളൂ: നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. പേര് പോലെ തന്നെ ഓരോ എൻട്രൻസും ഗ്രാൻഡ് കാനിയോണിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രാൻഡ് കാനിയോൺ സന്ദർശിക്കാൻ എത്തുന്ന 90% പേരും സൗത്ത് എൻട്രൻസ് വഴിയാണ് പ്രവേശിക്കുന്നത്. കാരണം വർഷത്തിൽ എല്ലാ ദിവസവും ഈ എൻട്രൻസ് ഓപ്പൺ ആയിരിക്കും. അതുമാത്രമല്ല, ഗ്രാൻഡ് കാനിയോണിന്റെ സൗത്ത് വശം യഥാർത്ഥത്തിൽ വലിയ സിറ്റികൾക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് എൻട്രൻസിൽ എത്താനും വളരെ എളുപ്പമായിരിക്കും. ഇത്രയും തിരക്കുള്ളതിനാൽ സൗത്ത് എൻട്രൻസ് കൂടുതൽ ഡെവലപ്ഡുമാണ്. അതിനു പുറമെ മേജർ വ്യൂ പോയിന്റ്, യാവാപായ് പോയിന്റ്, ഹോപ്പി പോയിന്റ് എന്നിങ്ങനെ മനോഹരമായ നിരവധി പോയിന്റുകളും സൗത്ത് ഭാഗത്തിലാണുള്ളത്. നോർത്ത് എൻട്രൻസ് ആണെങ്കിൽ വർഷത്തിൽ പകുതി സമയം മാത്രമേ ഓപ്പൺ ആയിരിക്കൂ. നോർത്ത് ഭാഗം സൗത്തിനേക്കാൾ 1000 അടിയോളം ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഭാഗത്തിലുള്ള വ്യൂ പോയിന്റ് എല്ലാം കൂടുതൽ മനോഹരമാണ്. ബ്രൈറ്റ് ഏഞ്ചൽ പോയിന്റ്, കേപ്പ് റോയൽ, പോയിന്റ് ഇംപീരിയൽ, അങ്ങനെ നോർത്ത് ഭാഗത്തിലും പ്രശസ്തമായ നിരവധി സ്ഥലങ്ങളുണ്ട്. ഇതിൽ പോയിന്റ് ഇംപീരിയലാണ് ഗ്രാൻഡ് കാനിയോണിലെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റ്. ഇവിടെ നിന്നാൽ ഗ്രാൻഡ് കാനിയോണിന്റെ വലിയൊരു ശതമാനവും മൊത്തത്തിൽ നമുക്ക് കാണാം. ആ കാഴ്ച ശരിക്കും അത്ഭുതാവഹമായിരിക്കും. ഈസ്റ്റ് എൻട്രൻസിന്റെ പ്രത്യേകത ഡെസേർട്ട് വ്യൂ വാച്ച് ടവർ ആണ്. സൗത്ത് ഭാഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റുകളിൽ ഒന്നാണിത്. ഈ ടവറിന്റെ ഏറ്റവും മുകളിൽ കയറുമ്പോൾ ഗ്രാൻഡ് കാനിയോണിന്റെ മനോഹരമായ വിശാലത നമുക്ക് കൺകുളിർക്കെ കാണാം. ഗ്രാൻഡ് കാനിയോണിലെ മറ്റൊരു പ്രശസ്തമായ പോയിന്റാണ് ലിപാൻ പോയിന്റ്. ഇതും ഈസ്റ്റ് ഭാഗത്തിലാണുള്ളത്. സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ ഏറ്റവും ഉത്തമമായ പോയിന്റുകളിൽ ഒന്നാണിത്. അതിനു പുറമെ കോളറാഡോ നദിയുടെ മനോഹാരിത ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നതും ഈ പോയിന്റിൽ നിൽക്കുമ്പോഴാണ്. വെസ്റ്റ് എൻട്രൻസ് ആണെങ്കിൽ ഹൗലപായ് എന്നൊരു ട്രൈബിന്റെ കീഴിലാണ്. ഈ വഴി കയറുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നാൽ ഇവിടെ ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്യാൻ പറ്റും. മറ്റ് എൻട്രൻസുകളിലും ഇത് സാധ്യമാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്നാൽ വെസ്റ്റിലുള്ള ഹെലികോപ്റ്റേഴ്സിന് മാത്രമേ ഗ്രാൻഡ് കാനിയോണിന്റെ നിലത്ത് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാൻ സാധിക്കും. ഇതിനു പുറമെ വെസ്റ്റ് ഭാഗത്തിൽ പ്രശസ്തമായ സ്കൈ വാക്ക് എന്നൊരു നിർമ്മിതിയുണ്ട്. കാനിയോണിന്റെ ഉയർന്ന ഒരു ഭാഗത്തിന്റെ അറ്റത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് സ്കൈ വാക്ക്. ഈ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ ആകാശത്തിലൂടെ നടക്കുകയാണെന്ന് തോന്നിപ്പോകും. അത്രയും അത്ഭുതാവഹമായ എക്സ്പീരിയൻസ് ആണിത്. ശരാശരി 40 അടി ആഴമുള്ള നദിയാണ് കോളറാഡോ റിവർ. ഈ നദിയിൽ നിരവധി മീൻ വർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഗ്രാൻഡ് കാനിയോണിൽ എല്ലായിടത്തും അവയെ കാണാൻ സാധിക്കില്ല. നദി വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ മീൻ വർഗ്ഗങ്ങളെ കാണാൻ പറ്റൂ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന നദികളിൽ ഒന്നാണിത്. 4 കോടി ജനങ്ങളാണ് ഈ നദിയിലെ വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതിനു പുറമെ ദശലക്ഷക്കണക്കിന് ഏക്കേഴ്സോളം വരുന്ന കൃഷി സ്ഥലങ്ങൾക്കും ഈ നദിയിൽ നിന്നുമാണ് വെള്ളം ലഭിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്രയും പേർക്ക് ആവശ്യമായ ജലം ഈ നദിയിലില്ല. ശരിക്കും ഗൾഫ് ഓഫ് കാലിഫോർണിയയിലാണ് ഈ നദി ചെന്ന് അവസാനിക്കേണ്ടത്. പക്ഷേ വെള്ളം കുറവായതിനാൽ ഇപ്പോൾ മിക്കവാറും ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇത് പൂർണ്ണമായും വറ്റിപ്പോകും. ഈ നദിക്ക് നിരവധി ഉപനദികളുമുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ ഒരു നദിയാണ് ലിറ്റിൽ കോളറാഡോ. ഇതിലെ ജലത്തിന്റെ മനോഹരമായ മിൽക്കി ബ്ലൂ നിറമാണ് ഇതിന്റെ പ്രത്യേകത.
ഈ നദിയിൽ നിരവധി അരുവികൾ വന്നു ചേരുന്നുണ്ട്. ഈ അരുവികൾ രൂപം കൊള്ളുന്ന സ്ഥലങ്ങളിൽ കാൽഷ്യവും മഗ്നീഷ്യവും പോലെയുള്ള മിനറൽസ് വൻതോതിലുണ്ട്. ഈ മിനറൽസ് കാരണമാണ് മനോഹരമായ ഈ നിറം ലഭിക്കുന്നത്. പക്ഷെ ഈ നദിക്ക് എല്ലായ്പ്പോഴും ഈ നിറം ഉണ്ടായിരിക്കില്ല. ചില സീസൺസിൽ സമീപത്ത് നിന്നും മണ്ണും ചെളിയുമൊക്കെ ഈ നദിയിലേക്ക് ഒഴുകിയിറങ്ങും. അപ്പോൾ ഈ നിറം മാറുകയും ചെയ്യും. എന്തായാലും കോളറാഡോ നദിയെയും അതിന്റെ ഉപനദികളെയും ആശ്രയിച്ചാണ് ഗ്രാൻഡ് കാനിയോണിലെ സകല ജീവികളും അതിജീവിക്കുന്നത്. ഗ്രാൻഡ് കാനിയോണിന്റെ ഓരോ മേഖലകളിലും വ്യത്യസ്തമായ അവസ്ഥകളായിരിക്കും. കാനിയോണിന്റെ ഏറ്റവും മുകളിൽ മഞ്ഞ് പൊഴിയുന്നുണ്ടായിരിക്കും. എന്നാൽ അതേ സമയം തന്നെ ഏറ്റവും താഴെ നദിക്കരികിൽ ചിലപ്പോൾ 100 ഡിഗ്രി ഫാരൻഹൈറ്റിന് മുകളിലായിരിക്കും താപനില. ചിലയിടങ്ങളിൽ നിറയെ മരങ്ങളൊക്കെയുള്ള കാടായിരിക്കും. എന്നാൽ ചിലയിടങ്ങളിലാണെങ്കിൽ വെറും മരുഭൂമിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന പല മൃഗങ്ങൾക്കും മാറുന്ന അവസ്ഥകളിൽ പോലും അതിജീവിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. എന്തായാലും ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രധാന വർഗം ജീവികളാണ് ബിഗ് ഹോൺ ഷേപ്പ്. മല കയറുന്നതിന്റെ മാസ്റ്റേഴ്സ് ആണിവ. ഇവയുടെ കുളമ്പുകൾ വളരെ എഫിഷ്യന്റായി മല കയറാൻ പറ്റുന്ന രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. ഏകദേശം പൂർണ്ണമായും വെർട്ടിക്കൽ ആയിട്ടുള്ള മലകളിൽ പോലും ഇവയ്ക്ക് നിഷ്പ്രയാസം കയറാനാകും. നമ്മൾ സകല എക്യുപ്മെന്റ്സും ഉപയോഗിച്ച് മല കയറുന്നതിനേക്കാൾ മികവോടെയാണ് ഈ ജീവികൾ മല കയറുന്നത്. മറ്റു ജീവികൾക്കൊന്നും ഇതത്ര എളുപ്പമല്ല എന്നതിലുപരി യഥാർത്ഥത്തിൽ ഏകദേശം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഡറ്റേഴ്സിനൊന്നും ഇവയെ അത്ര എളുപ്പത്തിൽ വേട്ടയാടാനും സാധിക്കില്ല. പ്രഡറ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ അപെക്സ് പ്രഡറ്റേഴ്സ് എന്നത് മൗണ്ടൈൻ ലയൺസ് ആണ്. ടൈഗേഴ്സും ലയൺസും ജാഗ്വാർസും കഴിഞ്ഞാൽ ലോകത്തിലെ 4ാമത്തെ വലിയ പൂച്ചവർഗമാണ് മൗണ്ടൈൻ ലയൺ. കാനിയോണിന്റെ ഏറ്റവും മുകളിൽ ഫോറസ്റ്റ് ഉള്ള പ്രദേശങ്ങളിലാണ് ഇവയെ പൊതുവെ കാണപ്പെടുന്നത്. മ്യൂൾമാനുകളും കടമാനുകളുമാണ് ഇവയുടെ പ്രധാന ആഹാരം. ഇവിടുത്തെ മറ്റൊരു തീവ്ര വേട്ടക്കാരാണ് ബ്ലാക്ക് ബിയേഴ്സ്. ഇവ ഗ്രാൻഡ് കാനിയോണിന്റെ നോർത്ത് ഭാഗത്തിലാണ് ജീവിക്കുന്നത്. ഗ്രാൻഡ് കാനിയോണിന്റെ പല ഭാഗങ്ങളിലും കയോട്ടികളെ കാണാം. ഇവിടെ ആകാശത്തിലെ അപെക്സ് പ്രഡറ്റേഴ്സ് റാപ്റ്റർ പക്ഷികളാണ്. അതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കാലിഫോർണിയ കോണ്ടോറിനെയാണ്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷിയാണിത്. ഇവയുടെ വിങ് സ്പാൻ എന്നത് ഏകദേശം 10 അടിയാണ്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇവ ശരിക്കും വംശനാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. ശേഷം അതികഠിനമായ പ്രയത്നങ്ങളിലൂടെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇവ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇവയ്ക്ക് പുറമെ ഗോൾഡൻ ഈഗിൾസ്, പെരിഗ്രീൻ ഫാൽക്കൺസ്, റെഡ് ടെയിൽഡ് ഹോക്സ്, ബാൾഡ് ഈഗിൾ അങ്ങനെ വേറെയും നിരവധി റാപ്റ്റർ പക്ഷികളെ ഇവിടെ കാണാം. കാനിയോണിന്റെ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ തീവ്ര വിഷമുള്ള റാറ്റൽ സ്നേക്സും ഉണ്ട്. ഇവിടുത്തെ റാറ്റൽ സ്നേക്സിനെല്ലാം ഒരുതരം പിങ്ക് കലർന്ന നിറമാണ്. കാരണം ഈ പാറക്കെട്ടുകൾക്കിടയിൽ ക്യാമഫ്ലേജ് ചെയ്യാൻ പറ്റിയ നിറമാണത്. ഇത്രയും ഭീകര ജീവികളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയത് ഇവയൊന്നുമല്ല, മറിച്ച് റോക്ക് സ്ക്യുറൽസ് എന്ന ചെറിയ അണ്ണാൻ വർഗമാണ്. കാരണം ഇവിടെ വരുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് ഈ സ്ക്യുറൽസ് ആണ്. ഈ സ്ക്യുറൽസിന് ചിലപ്പോൾ റാബീസും പ്ലേഗും പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടായിരിക്കും. കടിയിലൂടെ ഈ അസുഖങ്ങൾ മനുഷ്യർക്കും കിട്ടും. റാബീസ് ഒക്കെ നേരത്തെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അതുകൊണ്ടും കൂടെയാണ് ഇവയെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇവിടെ ഭീമാകാരമായ എൽക്കും ബൈസണുമൊക്കെയുണ്ട്. മനുഷ്യരെ ഈ ജീവികളുടെ ഒരുപാട് അടുത്ത് പോയാൽ തീർച്ചയായും അവ ആക്രമിക്കും. 1000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വയ്ക്കുന്ന അതിശക്തമായ ജീവിയാണ് ബൈസൺ. ഇതിന്റെ ഒരിടി കിട്ടിയാൽ നമ്മൾ ചമ്മന്തിയായി പോകും. അതിനാൽ റോക്ക് സ്ക്യുറൽ കഴിഞ്ഞാൽ പിന്നെ ഇവയാണ് മനുഷ്യർക്ക് ഏറ്റവും ഡേഞ്ചറസ്. പാമ്പുകൾക്ക് പുറമെ തീവ്ര വിഷമുള്ള മറ്റൊരു വർഗവും ഇവിടെയുണ്ട്. അതാണ് അരിസോണ ബാർക്ക് സ്കോർപിയോൺ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വിഷം കൂടിയ തേളാണിത്. എന്നിരുന്നാലും ഇവയുടെ കുത്ത് കിട്ടിയാൽ തീരെ കൊച്ചു കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്കോ അല്ലാതെ പൊതുവെ ആർക്കും മരണം സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഇവിടുത്തെ ജീവികളെ കുറിച്ച് പറയുമ്പോൾ പ്രോങ് ഹോൺസിനെ കുറിച്ചും പറയണം. എന്തെന്നാൽ ചീറ്റപ്പുലി കഴിഞ്ഞാൽ പിന്നെ കരയിൽ ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന ജീവികളാണ് പ്രോങ് ഹോൺസ്. അതിനാൽ ഇവയെ മൗണ്ടൈൻ ലയൺസ് പോലും സാധാരണഗതിയിൽ വേട്ടയാടാറില്ല. ഈ പറഞ്ഞ ജീവികൾക്ക് പുറമെ ഫോക്സസ്, ബോബ് കാറ്റ്, റാബിറ്റ്സ്, ചിപ്മങ്സ്, പ്രൈറി ഡോഗ്സ്, ബീവർ, റിംഗ് ടെയിൽ, ബാറ്റ്സ്, റേവൻസ്, ബ്ലൂബേർഡ്സ്, സ്പാരോസ്, ഔൾസ്, ടർക്കീസ്, ഫ്രോഗ്സ്, ലിസാർഡ്സ്, ടോട്ടോയ്സസ് അങ്ങനെ വേറെയും ഒരുപാട് ജീവിവർഗങ്ങൾ ഗ്രാൻഡ് കാനിയോണിൽ ജീവിക്കുന്നുണ്ട്. ഗ്രാൻഡ് കാനിയോണിലുടനീളം നമുക്ക് ധാരാളം ഫോസിൽസ് കാണാൻ സാധിക്കും. ഒട്ടുമിക്ക ഫോസിൽസും സമുദ്രജീവികളുടേതാണ്. ഗ്രാൻഡ് കാനിയോണിലെ പാറകൾക്ക് ദിനോസറുകളേക്കാൾ പഴക്കമുണ്ട്. അതിനാൽ ഇവിടെ ഡൈനോസേഴ്സിന്റെ ഫോസിൽസ് കാണാൻ സാധിക്കില്ല. ഗ്രാൻഡ് കാനിയോണിന്റെ ഭീമാകാരമായ വലിപ്പം കാരണം ഇതിന് സ്വന്തമായിട്ട് കാലാവസ്ഥാ സംവിധാനങ്ങളുണ്ട്. ഓരോ ചെറിയ പ്രദേശത്തിന് പോലും ചിലപ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥകളായിരിക്കും. ഉദാഹരണത്തിന് ഗ്രാൻഡ് കാനിയോണിലെ ഏറ്റവും തണുപ്പ് കൂടിയതും നനവുള്ളതുമായ സ്ഥലവും ഏറ്റവും ചൂട് കൂടിയതും വരണ്ടതുമായ സ്ഥലവും തമ്മിൽ വെറും 13 കിലോമീറ്റേഴ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഇതുവരേക്കും 1000-ൽ കൂടുതൽ പേര് ഗ്രാൻഡ് കാനിയോണിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കാണ്. രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കണക്ക് ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. നിലവിൽ ഓരോ വർഷവും 10 മുതൽ 15 പേരാണ് ഗ്രാൻഡ് കാനിയോണിൽ കൊല്ലപ്പെടുന്നത്. മെഡിക്കൽ ഇഷ്യൂസും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതും അതികഠിനമായ ചൂടും നദിയിൽ മുങ്ങിപ്പോകുന്നതുമൊക്കെയാണ് കാരണങ്ങൾ. ഗ്രാൻഡ് കാനിയോണിന്റെ നോർത്ത് ഭാഗത്തിൽ ഉയിൻകാരറ്റ് വോൾക്കാനിക് ഫീൽഡ് എന്നൊരു പ്രദേശമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. പക്ഷേ അവസാനമായി ഇറപ്ഷൻ സംഭവിച്ചത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപാണ്. ഇത് ഭാവിയിൽ ഇനിയും പൊട്ടിയൊഴുകാനുള്ള സാധ്യതയുണ്ട്. കോളറാഡോ നദി ഇപ്പോഴും കാനിയോണിന്റെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം ഒരു പേപ്പർ കനത്തിന്റെ അത്രയും ആഴത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി ഒരു 10 സെന്റിമീറ്റർ ആഴം കൂടാൻ ഇനിയും 1000 വർഷങ്ങളെടുക്കും.